മക്കളെ, തെർമോഡൈനാമിക്സിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ ഒരു റിയാക്ഷൻ തരും. ഇതാണ് റിയാക്ഷൻ. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്ന റിയാക്ഷൻ. നിങ്ങൾ പഠിച്ച റിയാക്ഷനാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചല്ലേ. കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ, കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്ന റിയാക്ഷനിലെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കാണാൻ പറഞ്ഞു. ഇവിടെ ലിബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി ചേഞ്ച് കാണാൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ പോവാണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കാണാൻ നമുക്ക് ഈസി ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്, sum of standard enthalpy of formation of products minus sum of standard enthalpy of formation of reactants എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഒരു റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കാണാൻ അതിന്റെ ഫോർമേഷൻ, പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ്. നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. ഇത് രണ്ടുമാണ് പ്രോഡക്ട്സ്, ഇത് രണ്ടുമാണ് റിയാക്ടൻസ്. ഇതാണ് റിയാക്ടന്റ് അല്ലേ? ഇത് രണ്ടും പ്രോഡക്ട്സ് ആണ്. ഇവിടെ രണ്ടും എഴുതിയിരിക്കുന്നത് പ്രോഡക്ട്സ് ആണെങ്കിൽ ഇത് റിയാക്ടന്റ് ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സ് ആരൊക്കെയാ? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. കാൽഷ്യം ഓക്സൈഡിന്റെ എൻതാൽപ്പി ചേഞ്ച്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, മൈനസ് 635.09 കിലോ ജൂൾ പെർ മോൾ ആണ്. കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇത് രണ്ടും പ്രോഡക്ട്സ് ആണ്. പ്ലസ് മൈനസ് 393.51 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് ആയി. ഇത് ക്വസ്റ്റ്യനിൽ തന്ന സാധന ഇതാ ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് കാണാൻ സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ചെയ്താൽ മതി. പ്രോഡക്ട്സ് ഇവർ രണ്ടുപേരുമാണ്, റിയാക്ടൻസ് ഇയാളാണ്. അപ്പൊ പ്രോഡക്ട്സിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ സമ്മ് നമ്മൾ എഴുതി, ഇത് രണ്ടും മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ആരൊക്കെയാ? കാൽഷ്യം കാർബണേറ്റ് ആണ്. അതിന്റെ മോന്തിയ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 1206.92 കിലോ ജൂൾ പെർ മോൾ ആണ്. കിലോ ജൂൾ പെർ മോൾ. ക്ലിയർ അല്ലേ? അപ്പൊ സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്. ഇത് കാൽക്കുലേറ്റ് നമുക്ക് കിട്ടും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിന്റെ റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിനെ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ചാനൽ അവൈലബിൾ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.